ബിജെപിക്കെതിരായ മതേതര പാർട്ടികളുടെ ഐക്യത്തിന്റെ ആവശ്യകത വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും അരവിന്ദ് കെജ്രിവാളും ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. ബിജെപിയെ നേരിടാൻ കോൺഗ്രസ് ഇതര പാർട്ടികൾ ഒന്നിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കെജ്രിവാൾ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ താൽപര്യമുണ്ടെന്ന് കേജ്രിവാൾ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അറിയിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങിയത്. രാവിലെ കേരള ഹൌസിൽ മുഖ്യമന്ത്രിയുടെ മുറിയിലെത്തിയ കേജ്രിവാൾ അരമണിക്കൂറോളം ചർച്ച നടത്തിയ ശേഷം പ്രഭാത ഭക്ഷണവും കഴിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ചർച്ചയിൽ പങ്കെടുത്തു. BJPയെ നേരിടാൻ കോൺഗ്രസിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ BJPയിലേക്ക് പോവുകയാണ്. മതേതര പാർട്ടികൾ ഒന്നിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. BJPയുടെ ആപത്തിനെ നേരിടുന്നതിന് കോൺഗ്രസിനെ ആശ്രയിച്ചതുകൊണ്ട് കാര്യമില്ല. ഇന്ന് നിങ്ങളെല്ലാവരും വാർത്ത കണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ഇവിടെയുള്ള പ്രധാനി തന്നെ BJPയിലേക്ക് ചേക്കേറി എന്നുള്ളത്. അപ്പോൾ അതാണ് നാട്ടിലെ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം. അപ്പോൾ മതനിരപേക്ഷ ശക്തികൾ നല്ല കരുത്തോടെ ഈ ആപത്തിനെ നേരിടുക എന്നതാണ് പ്രധാനം. കൂടിക്കാഴ്ചയെ പുതിയ തുടക്കമെന്ന് വിശേഷിപ്പിച്ച കേജ്രിവാൾ രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. വർഗീയതയ്ക്കെതിരെ യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കേജ്രിവാളും അറിയിച്ചു. पूरे देश के अंदर एक डर का माहौल पैदा कर दिया है, ये ठीक नहीं है. इसके लिए सब अच्छे लोगों को साथ आना पड़ेगा और मिलके इसको सामना करना. ഇത്തരം കൂടിക്കാഴ്ചകൾ തുടരുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി ചർച്ചയുടെ സൗഹൃദം വ്യക്തമാക്കുന്നതായിരുന്നു. അല്ല, ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് എന്തൊരു പുതിയ തുടക്കം. അദ്ദേഹം അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടും പോകാം. അത് ശരി. ദില്ലി സർക്കാരിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ നടപടികളും വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടും ഇരു മുഖ്യമന്ത്രിമാരും തമ്മിൽ ചർച്ച ചെയ്തു. നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ കേജ്രിവാൾ കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മതേതര മുന്നണികളുടെ ഐക്യനിര രൂപപ്പെടുന്നതിന്റെ ആവശ്യകതയാണ് ചർച്ചയിൽ ഉടനീളം ഉയർന്നത്. ദില്ലി കേരള ഹൌസിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്.